പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ കർത്താവിൽ വന്ദനം ചെയ്യുന്നു. ഈ വെള്ളിയാഴ്ച പകൽക്കാലം വലിയവനായ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ദൈവമൊരുക്കിയ വിലപ്പെട്ട അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്തും. അവിടെ നിന്നൊരു മറുപടി നമുക്ക് ലഭിക്കുമെന്ന് ആമേൻ നിശ്ചയമായും ഉറപ്പുള്ള എത്ര പേർ ഇവിടെ ഇരിപ്പുണ്ട്? നമ്മുടെ ചിന്തകൾ വളരെ പരിമിതമായ ചിന്തകളാണ്. പക്ഷെ ദൈവം നമുക്ക് വേണ്ടി ഉന്നതമായി വിചാരിക്കുന്നയാളാണ്. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങൾ ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് വേണ്ടി വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളും അല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായത്തിൽ ശരിക്കും അതിൻ്റെ പശ്ചാത്തലം പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരുന്ന ഇസ്രായേൽ ജനത്തിന് ദൈവം നൽകാൻ പോകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് അവിടെ പ്രതിപാദിക്കുന്നത്. ബാബിലോണിൽ പ്രവാസികളായി കിടക്കുന്ന ഇസ്രായേൽ കർത്താവിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും പാതകളെക്കുറിച്ച്, വഴികളെക്കുറിച്ച് അവരോട് പറയുകയാണ്. നമ്മൾ 12-ാമത്തെ വാക്യം വായിക്കുന്നത്, നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കും. നോക്കണേ, ബാബിലോണിൽ നിന്ന് ഇവരുടെ മടങ്ങിവരവിനെ കുറിച്ച് പ്രവചിച്ചു പറയുക, നിങ്ങളെ സന്തോഷത്തോടെ പറഞ്ഞയക്കും, സമാധാനത്തോടെ നിങ്ങൾ മടങ്ങി വരും. പ്രകൃതി പോലും പ്രപഞ്ചം പോലും അവരുടെ ആ മടങ്ങിവരവിൽ സന്തോഷിക്കും. അത്രയ്ക്ക് വലിയൊരു വിടുതൽ അവർക്കുണ്ടാകും എന്ന് ഇവരോട് പ്രവചിക്കുകയാണ്. ഈ ദൂത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് സംശയമുണ്ടാകും. ദൈവത്തിൻ്റെ ചില ആലോചനകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും എന്താ വരും? ഒരു സംശയം വരും. അങ്ങനെയൊക്കെ സംഭവിക്കുമോ? അങ്ങനെ ഒരു വിടുതൽ ഉണ്ടാകുമോ? നമ്മളാരും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ ദൈവം അവരോട് പറയുക, നിങ്ങളിങ്ങനെ സംശയിക്കണ്ട, നിങ്ങൾ എന്നെ അവിശ്വസിക്കണ്ട. കാരണം നിങ്ങളുടെ വിചാരം പോലെയല്ല എൻ്റെ വിചാരം, നിങ്ങളുടെ ചിന്തകൾ പോലെയല്ല എൻ്റെ ചിന്തകൾ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ വിചാരങ്ങളെക്കാൾ ഉന്നതമായ വിചാരങ്ങൾ ഉള്ളവനാണ് ഞാൻ. നിങ്ങളുടെ ചിന്തകളെക്കാൾ ഉന്നതമായ ചിന്തകൾ ഉള്ളയാളാണ് ഞാൻ. നിങ്ങളുടെ വഴികളെക്കാൾ ഉന്നതവും ശ്രേഷ്ഠവുമായ വഴികൾ ഉള്ളവനാണ് ഞാനെന്ന് ദൈവം അവരോട് പറയുകയാണ്. ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു,
നിങ്ങൾ ദൈവത്തിന്റെ പാദപീഠത്തിലാണ് ഇന്ന് രാവിലെ കൃപയ്ക്കായി, അനുഗ്രഹത്തിനായി, ഒരു വിടുതലിനായി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറച്ചോണം. നിങ്ങൾ ഉറപ്പിച്ച് മനസ്സിൽ കരുതേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ചിന്ത പോലെ, നിങ്ങളുടെ പദ്ധതി പോലെ അല്ലെ ഉള്ള ഒരു ദൈവമല്ല. അതിനപ്പുറമായി പദ്ധതികളും വഴികളും നിങ്ങൾക്ക് വേണ്ടിയുള്ള കരുതലുകളും സ്വന്തമായിട്ടുള്ള ഒരു ദൈവത്തിന്റെ പാദപീഠത്തിലാണ് ഞാൻ നിങ്ങൾ വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാ മനുഷ്യരായ നമുക്ക് നമ്മുടെ ചിന്തകൾക്ക്, നമ്മുടെ വിചാരങ്ങൾക്ക്, നമ്മുടെ വഴികൾക്ക് ഈ പരിമിതികൾ ഉണ്ടായിരുന്നത് എന്തുകൊണ്ടാണ്? ദൈവം ചിന്തിക്കുന്നത് പോലെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. നമുക്കെല്ലാം സംശയമാണ്, എല്ലാത്തെക്കുറിച്ചും ഇടുങ്ങിയ ചിന്താഗതിയാണ്, എല്ലാത്തിലും നമുക്ക് അവിശ്വാസം വരികയാണ്. എന്താ അതിൻ്റെ കാരണം? പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ കാരണം നമ്മളാരും ദൈവമല്ലാത്തത് കൊണ്ടാണ്. നമ്മളൊക്കെ സൃഷ്ടികളാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം അവിടുന്ന് സർവശക്തനായ ദൈവവും ഞാനും നിങ്ങളും സൃഷ്ടിക്കപ്പെട്ടവരാ, സൃഷ്ടികളാ. അപ്പൊ നമ്മള് സൃഷ്ടികളാകയാൽ സ്ഥലത്തിന്റെ പരിമിതിയിലാണ് നമ്മൾ, സമയത്തിന്റെ പരിമിതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്, അനുഭവങ്ങളുടെ പരിമിതിയിലാണ് നമ്മുടെ ജീവിതം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ചിന്ത നമ്മുടെ സ്ഥലത്തെയും നമ്മുടെ സമയത്തെയും നമ്മുടെ അനുഭവങ്ങളെയും ഒക്കെ ആശ്രയിച്ച അതിനപ്പുറത്തൊന്നും ചിന്തിക്കാൻ നമുക്ക് പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവപൈതലേ, നിങ്ങളുടെ പ്രായം എന്തുമാകട്ടെ, നിങ്ങളൊക്കെ ഇത്രയും നാളത്തെ നിങ്ങളുടെ ജീവിതാനുഭവത്തിൽ നിന്നാണ് നിങ്ങളുടെ ചിന്തകൾ രൂപപ്പെടുന്നത്. നിങ്ങൾ കടന്നുപോയ വഴികൾ അതിനെ സ്വാധീനിച്ചിട്ടുണ്ട് അല്ലേ? ആ കാര്യങ്ങളൊക്കെ കൂടിയാ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്. ഇന്ന് രാവിലെ ഈ ആലയത്തിനകത്ത് നിങ്ങൾ വന്നപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഒരു ചിന്ത വന്നിട്ടുണ്ട്. നിങ്ങളത് സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഇന്നിവിടെ എന്തൊക്കെ നടക്കുമെന്നുള്ളതിനെ കുറിച്ചും ഓവറോൾ ഒരു ചിന്തയോടെ ഇതിനകത്ത് വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കാരണം അതിനപ്പുറത്ത് വല്ലതും നടക്കുമോ എന്നറിയാൻ നിങ്ങൾക്ക് വേറെ മാർഗമില്ല. അതിനപ്പുറത്ത് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം നിങ്ങൾ പരിമിതിയിലാണ്, ഞാനും നിങ്ങളും ആ പരിമിതിക്കകത്താണ്. പ്രൈസ് ദി ലോർഡ്. അതൊരു കുറ്റമല്ല കേട്ടോ, അതൊരു കുറ്റമൊന്നും അല്ല. മനുഷ്യരായ നമ്മളൊക്കെ ഈ പരിമിതിക്കകത്താണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സൃഷ്ടികളാകയാൽ നമ്മുടെ ചിന്ത പരിമിതമാണ്, നമ്മുടെ ബുദ്ധി പരിമിതമാണ്, നമ്മുടെ വിഭവങ്ങൾ പരിമിതമാണ്. അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതിനകത്ത് ദൈവം ആരെയും കുറ്റം പറയുന്നില്ല. ദൈവത്തിനറിയാം നിനക്ക് ഇത്രേ ചിന്തിക്കാൻ പറ്റൂ. പക്ഷെ നീ ഭാരപ്പെടണ്ട, ഉന്നതമായി ചിന്തിക്കാൻ അറിയാവുന്ന ഞാനിവിടെയുണ്ട്, ഉന്നതമായ വിചാരങ്ങളുള്ള ഞാനിവിടെയുണ്ട്. ഉന്നതമായ വഴികൾ നിന്നെക്കുറിച്ചും നിന്റെ കുടുംബത്തെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചും സഭയെക്കുറിച്ചുമൊക്കെ ഉന്നതമായി ചിന്തിക്കുവാൻ നിനക്ക് ഞാൻ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരിവിടെയുണ്ട്? ദൈവം അങ്ങനെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ നമ്മൾ സൃഷ്ടികളാ. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ചിന്തയിൽ ഇങ്ങനെ പരിമിതപ്പെട്ടു പോകുന്നത് നമ്മളൊക്കെ പാപം ചെയ്തതിൻ്റെ ഒരു ഫലമാണ്. പാപത്തിന്റെ വലിയൊരു ദ്രവാവസ്ഥ മനുഷ്യരിൽ വന്നു ഭവിച്ചു. ഈ പാപത്തിന്റെ ഒരു വലിയ സ്വാധീനം വന്നതുകൊണ്ട് തന്നെ നമ്മുടെ യുക്തി ചിന്തയും നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവിലൊക്കെ ഈ പാപത്തിന്റെ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. പാപം ചെയ്യുന്നതിന് മുമ്പേ നാം എല്ലാം ദൈവ തേജസ്സുള്ളവരായിരുന്നു എന്നല്ലേ വചനം പറയുന്നത്? മനുഷ്യന്റെ അവസ്ഥ അങ്ങനെയല്ലേ പറയുന്നത്? എന്താണ് പാപം ചെയ്തപ്പോൾ നഷ്ടപ്പെട്ടു പോയത്? തേജസ് നഷ്ടപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഉന്നതമായ സൃഷ്ടിയായിരുന്നു മനുഷ്യൻ. പക്ഷെ പാപം മനുഷ്യനെ മലിനമാക്കി, തേജസ് നഷ്ടപ്പെടുത്തി. ഈ തേജസ് പോയി കഴിഞ്ഞ സാഹചര്യങ്ങളെ പിന്നെ തെറ്റായി വ്യാഖ്യാനിക്കും. ദൈവത്തെ സംശയിക്കുന്ന നിലയിലേക്ക് മനുഷ്യൻ വന്നു. ശരിയല്ലേ? പാപമില്ലാതെ വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ വലിയ ഉറപ്പായിരുന്നു, തമ്പുരാൻ എൻ്റെ കൂടെ ഉണ്ട്. ഇന്നും അങ്ങനെ തന്നെയാ. ജീവിതത്തിൽ പാപം കയറിയാൽ, അശുദ്ധി വന്നാൽ പിന്നെ ആദ്യം സംശയിക്കുന്ന ദൈവത്തെയാ. പ്രൈസ് ദി ലോർഡ്. ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കില്ല, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കത്തില്ല എന്ന് ആദ്യം ചിന്തിക്കും. കാരണം അവിശ്വാസം അകത്ത് കയറി. പാപത്തിന്റെ ഫലമായി അവിശ്വാസമുണ്ടായി.
പാപത്തിൻ്റെ ഫലമായി ഭയമുണ്ടായി, സാഹചര്യങ്ങളെ കാണുമ്പോൾ പേടിക്കാൻ തുടങ്ങി, അല്ലേ? ചിന്തകൾ ലിമിറ്റേഷൻ, ചിന്തകൾക്ക് പരിമിതി ഉണ്ടായി. പാപമെന്ന് പറയുന്ന ഒരു സംഗതി നമ്മളെ വല്ലാതെ പരിമിതപ്പെടുത്തുന്നതാ. ഇന്ന് പകൽ ഈ വചനം പറയുന്ന പ്രാരംഭ സമയം നിങ്ങൾ ദൈവകൃപയിലേക്കൊന്നടുത്തു വന്ന് നിങ്ങളുടെ കുറവുകളൊന്ന് ഏറ്റുപറഞ്ഞ് ദൈവകൃപയോട് ചേർന്ന് നിന്നാൽ പാപത്തിൻ്റെ പരിമിതികളെ, പാപത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന് പുറത്തു വന്ന് സർവശക്തനായ ദൈവത്തോട് നീ ഒന്ന് അടുക്കാൻ തുടങ്ങിയാൽ നിന്റെ ചിന്തകൾ അവിടുത്തെ ചിന്തകളുമായി രൂപാന്തരപ്പെടും. തിരുവെഴുത്ത് പറയുന്നത് നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. ഒരു ദൈവവേദന്റെ പ്രത്യേകത, വിശുദ്ധിയിൽ ജീവിച്ചാൽ, കൃപയിൽ ജീവിച്ചാൽ നമ്മുടെ മനസ്സ് ആരുടെ മനസ്സായി മാറും? ക്രിസ്തുവിൻ്റെ മനസ്സായി മാറും. പരിമിതിയില്ലാത്ത അവിടുത്തെ മനസ്സുമായി നമ്മുടെ മനസ്സ് രൂപപ്പെടുമ്പോൾ പിന്നെ നമ്മൾ ഉന്നതമായി ചിന്തിക്കാൻ തുടങ്ങും. ഇന്നുള്ള ലിമിറ്റേഷനൊക്കെ അങ്ങ് മാറും, ഇന്നുള്ള ചിന്തകളൊക്കെ അങ്ങ് മാറും കേട്ടോ. ക്രിസ്തുവിൻ്റെ മനസ്സുമായി നമ്മുടെ ഹൃദയം ഒന്ന് ഐക്യതപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാൻ തുടങ്ങും. യേശു ക്രിസ്തുവിന് ഒരു സംശയമില്ല. തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന രോഗികൾ, അവൻ എന്തുവാകട്ടെ, ജീവിതത്തിലെ പ്രതിസന്ധി എന്തുവാകട്ടെ, കർത്താവിനൊരു സംശയമില്ല. അവിടുത്തേക്കറിയാ. ആമേൻ, സ്തോത്രം. ഇതെല്ലാം മാറാൻ പോകുന്നു. സ്തോത്രം. ഇപ്പൊ പാപമെന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളെ എന്ത് ചെയ്തു? വല്ലാതെ സ്വാധീനിച്ചത് കൊണ്ട്, പാപമകത്ത് വന്നതുകൊണ്ട് നമ്മുടെ ചിന്തയിലും നമ്മുടെ വിചാരങ്ങളിലുമൊക്കെ എന്തു വന്നു? ഭയങ്കര പരിമിതി വന്നു. അതുകൊണ്ടാണ് വിശുദ്ധിയിൽ ജീവിച്ചാൽ ദൈവവുമായി നമ്മുടെ ഹൃദയം എന്താവും? കണക്റ്റഡ് ആകുമ്പോൾ നമുക്ക് എന്താണ്? ഉന്നതമായി ചിന്തിക്കാൻ കഴിയും. ദൈവം കൂടെ. നിങ്ങൾക്ക് അതിനൊരു തെളിവ് ഞാൻ പറയാം. ഈ ദൈവത്തോട് പറ്റി നിന്നു 12 പേര് കനാൻ ദേശം കാണാൻ പോയില്ലേ? 12 ഗോത്രത്തിൽ നിന്ന് 12 പേരെ പറഞ്ഞു വിട്ടു. 2 പേര് മാത്രം വന്ന് പറഞ്ഞു, ഈ ദേശം ദൈവം നമുക്ക് തരും. ബാക്കി 10 പേര് പറഞ്ഞു, അവിടെ കിട്ടില്ല, അനാക്യ മല്ലന്മാരുള്ള സ്ഥലമാണ്, അത് നമുക്ക് കിട്ടില്ല, അല്ലേ? അവിടെ നമുക്ക് കയറാൻ പറ്റുകയില്ല. പക്ഷേ ആ പോയി വന്ന് പറഞ്ഞ 2 പേര് ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം? യോശുവയും കാലേബും. എന്താ അവരങ്ങനെ പറഞ്ഞത്? കാലേബ് എന്തുകൊണ്ടാ അത് നമുക്ക് കിട്ടും, ദൈവം നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം ദൈവം നമുക്ക് തരുമെന്ന് കാലേബ് പറയാനുള്ള കാര്യമെന്താ? അവന് വേറൊരു മനസ്സുണ്ടായതുകൊണ്ടാണ്, അവന് വേറൊരു സ്വഭാവം ഉണ്ടായതുകൊണ്ടാണ്. എല്ലാവരുടെയും സ്വഭാവമല്ല കാലേബിൻ്റെ സ്വഭാവം, എല്ലാവരുടെയും മനസ്സല്ല കാലേബിൻ്റെ മനസ്സ്. അവന് ദൈവത്തോട് പറ്റി നിൽക്കുന്ന ഒരു മനസ്സാണ്. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ചിന്തകൾ, പരിമിതമായ ചിന്തകൾ, നിങ്ങളുടെ വിചാരങ്ങൾ, നിങ്ങളുടെ ആകുലതകൾ, നിങ്ങളുടെ തെറ്റായ നിരൂപണങ്ങൾക്ക് ഇന്ന് രാവിലെ ഈ ദൂതന് മുമ്പിൽ പരിസമാപ്തി കുറിക്കണമെങ്കിൽ നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ടത് ആവശ്യമാണ്. ഇന്ന് പകൽ കാലേബിനെ പോലെ, യോശുവയെ പോലെ ദൈവത്തോട് ചേർന്ന് നിന്നാൽ അവൻ അവിടുന്ന് തൻ്റെ മനസ്സ് നിങ്ങൾക്ക് പിടിച്ചു തരും. അവിടുത്തെ ഹൃദയത്തിൻ്റെ പദ്ധതികൾ നിങ്ങളോട് അറിയിക്കും, അവിടുത്തെ വിചാരങ്ങൾ നിങ്ങളോട് അറിയിക്കും, അവിടുത്തെ വഴികൾ നിങ്ങളോട് അറിയിക്കും. പിന്നെ നിന്റെ വഴിക്ക് പ്രസക്തിയില്ല, ചിന്തകൾക്ക് പ്രസക്തിയില്ല, നിന്റെ വിചാരങ്ങളും ചിന്തകളുമല്ല. പിന്നെ നീ സംസാരിച്ചു തുടങ്ങുന്നത് ദൈവത്തിൻ്റെ വഴികളാ. ഇല്ലെങ്കിലോ നമ്മുടെ ചിന്തയും കൊണ്ട് നടക്കും. നമുക്ക് ചില വഴി നല്ലതാണെന്ന് തോന്നും, നമ്മൾ അതിനനുസരിച്ച് മുന്നോട്ട് പോകും. എന്താ പ്രശ്നം? സദൃശവാക്യം അപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനം ഇതാണ്. നമുക്ക് തോന്നുന്ന വഴിയൊക്കെ നല്ലതാ, പക്ഷെ അതിൻ്റെ അവസാനം പ്രശ്നമാണ്. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു പാപമോടെ എഴുതിയിട്ടുണ്ട്. എന്താണ്? അവരുടെ നിരൂപണം വ്യർത്ഥമായി തീർന്നു, അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. വായിച്ചേ. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് പറഞ്ഞ് മതി, ശ്രദ്ധിക്കണേ.
കണ്ടോ ചിന്തയിലെ കുഴപ്പം കണ്ടോ? മനുഷ്യൻ്റെ ചിന്തയിലെ പരിമിതി കണ്ടോ? മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാകുലപ്പെടുക. ദൈവത്തെ കൂടാതെയുള്ള ചിന്തകളും ദൈവത്തെ കൂടാതെയുള്ള വിചാരങ്ങളും ദൈവത്തെ കൂടാതെയുള്ള പദ്ധതികളും വന്ന് അവരിതാ അല്ലെ തെറ്റിലേക്കും തിന്മയിലേക്കും തകർന്നു പോവുകയാണ്. അപ്പൊ എന്തുകൊണ്ടാ മനുഷ്യന്റെ വഴികൾ ദൈവത്തിന്റെ വഴികളുമായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഉന്നതമായി ചിന്തിക്കാൻ കഴിയാത്തത്? ദൈവത്തിന്റെ വഴികളോട് ചേർന്ന് നിൽക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാ? നമ്മുടെ വഴികളൊക്കെ തകരുന്നത് എന്തുകൊണ്ടാ? നമ്മുടെ ചിന്തകൾക്ക് പരിമിതിയുള്ളത് എന്തുകൊണ്ടാ? ഒന്ന്, നമ്മൾ സൃഷ്ടികളായതുകൊണ്ടാ. നമ്മൾ സംസാരിച്ചു, സൃഷ്ടി പരിമിതിയുള്ളവരാ, അതെല്ലാവർക്കും ഉണ്ട്. പക്ഷേ പരിമിതിയുള്ള നിന്നെ അപരിമിതനായ ദൈവവുമായിട്ട് കണക്ട് ചെയ്യുവാനാ പുത്രനായവൻ വന്നത്, അല്ലേ? യേശു വന്നത് എന്തിനാ? അവിടുത്തെ മനസ്സ് നമുക്ക് പൊടിച്ചു തരാനാ, പിതാവിനോട് അടുപ്പിക്കാനല്ലേ? അപ്പൊ നമ്മുടെ പരിമിതി മാറുന്ന ഒരു ദിവസം പൂർണ്ണമായി വരാൻ പോകുക. സൃഷ്ടി എന്ന നിലയിൽ നമ്മളൊക്കെ ഇപ്പോൾ എന്താണ്? പരിമിതരാണ്. പക്ഷെ നമ്മുടെ പരിമിതികളൊക്കെ നടുവിലും അപരിമിതനായ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയണം. പക്ഷെ തടസ്സമായി നിന്നത് എന്താ? രണ്ടാമത്തെ വിഷയം, എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ അവൻ്റെ ചിന്തകളിൽ പരാജയപ്പെട്ടു പോയത്? പാപം. ശരിയല്ലേ? പാപം വന്നപ്പോൾ എന്ത് ചെയ്തു? തേജസ് പോയി. പാപം വന്നപ്പോൾ ഭയം വന്നു, പിന്നെ വിശ്വാസം പോയി, പിന്നെല്ലാം അവിശ്വാസമായി. പാപിയായ മനുഷ്യൻ പാപം അകത്ത് വന്നു. ഒരു വിശ്വാസിയാണെങ്കിലും പാപത്തിൽ ജീവിച്ച വിശ്വാസത്തിൻ്റെ ഒരു വാക്ക് പറയാൻ പറ്റുകയില്ല. പക്ഷേ പാപത്തിന് പരിഹാരം വന്നാൽ, അന്ന് കർത്താവുമായിട്ട് നിരന്നാൽ, ദൈവത്തിൻ്റെ ഹൃദയവുമായിട്ട് നിങ്ങളുടെ ഹൃദയം യോജിപ്പിക്കപ്പെട്ടാൽ നിങ്ങളുടെ ചിന്തകൾ മാറാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പിന്നെ ചിന്തിക്കുന്നത് നിങ്ങളുടെ ചിന്തയല്ല, ദൈവിക ചിന്തയിലേക്ക് നിങ്ങളുടെ ചിന്ത രൂപാന്തരപ്പെടും. അതിനാ ഈ ലോകത്തിന് അനുരൂപമാരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മനസ്സിന് ഇന്ന് പകൽ രൂപാന്തരം വന്നാൽ, പരിശുദ്ധാത്മാവ് രൂപാന്തരം നൽകിയാൽ നിങ്ങൾ പിന്നെ ദൈവഹിതം ചിന്തിക്കും. ദൈവത്തിന്റെ വഴികളെക്കുറിച്ച് നിങ്ങൾ ധ്യാനിക്കും. അവിടുത്തെ ഉന്നതമായ പദ്ധതികളെക്കുറിച്ച് ചിന്തിക്കും. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്കുള്ള പദ്ധതിയല്ല, ദൈവത്തിന് ചില കാര്യപരിപാടി ഉണ്ടെന്ന്, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവത്തിന് ഉന്നതവും ശ്രേഷ്ഠവുമായ ചില വഴികൾ ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. നിങ്ങളത് മനസ്സിലാക്കാൻ തുടങ്ങും. അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിന് വ്യത്യാസം വരും. നിങ്ങളുടെ നടപ്പും നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങളുടെ ജീവിതാനുഭവങ്ങളും മാറും. ഇന്ന് പകൽ പാപത്തെ ഉപേക്ഷിക്കുക. പാപത്തിന് പരിഹാരം വരട്ടെ. ദൈവത്തിന്റെ മനസ്സ് നിങ്ങൾക്ക് അവൻ പൊഴിച്ചു തരുന്ന ദൈവമാണ്. സ്തോത്രം. മൂന്നാമത്തെ കാര്യം, നമ്മുടെ ചിന്തകളിലെ പരിമിതിയുടെ പ്രശ്നം ഞാൻ പറയാം. നമ്മൾ താൽക്കാലികമായ കാര്യങ്ങളെ ചിന്തിക്കുകയുള്ളൂ. അതാ മനുഷ്യൻ്റെ ഒരു വലിയ പ്രശ്നം. മനുഷ്യൻ്റെ ചിന്തയെല്ലാം എന്തിലാണ്? താൽക്കാലികമായ കാര്യങ്ങളാണ്. ഏത് കാര്യം ചിന്തിച്ചാലും താൽക്കാലികമായ കാര്യങ്ങളെക്കുറിച്ചേ ചിന്തിക്കുകയുള്ളൂ. ഇപ്പോൾ കണ്ണിന് മുമ്പിൽ കാണുന്ന കാര്യത്തെക്കുറിച്ചേ നമ്മൾ ചിന്തിക്കുകയുള്ളൂ. ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കുകയുള്ളൂ. ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു ജയത്തെക്കുറിച്ച് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ? ചിന്തിക്കാറുള്ളൂ. ഇപ്പോൾ ഒരു അനുഗ്രഹം, ഇപ്പോൾ ഒരു വിടുതൽ. പ്രൈസ് ദി ലോർഡ്. അതിനപ്പുറത്ത് ദൈവം ഒരുക്കുന്ന വഴിയിലൂടെ ഒരു വിടുതൽ ചിന്തിക്കാറില്ല. സ്തോത്രം. വലിയ പരിമിതിയാ നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ഒരു അനുഗ്രഹം ഉണ്ടാകണം, ഇപ്പോൾ ഒരു വിടുതൽ ഉണ്ടാകണം. എന്നാൽ ദൈവത്തിൻ്റെ ചിന്തയുള്ളവൻ, ദൈവത്തിൻ്റെ മനസ്സുള്ളവൻ പറയും, ദൈവം അതിശ്രേഷ്ഠമായ ചിലത് ഒരുക്കി വച്ചിട്ടുണ്ട്, ശ്രേഷ്ഠമായ ചില വഴികൾ ഒരുക്കി വച്ചിട്ടുണ്ട്. അതിലേക്ക് അവർ നടന്നെടുക്കുകയാണ്, അതിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. പൗലോസ് പറഞ്ഞതുപോലെ 2 കൊരിന്ത്യർ 4:18 പറയുന്നത് പോലെ എന്താണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്? വായിക്കാം. കാണുന്നതിനെയല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ അയ്യോ. ഇതാരാ പറഞ്ഞേ? പൗലോസാ. കാരണം ദൈവത്തിൻ്റെ ചിന്തയിലേക്ക് കയറിപ്പോയി. ദൈവമെല്ലാം നിത്യതയുടെ വെളിച്ചത്തിലാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമൊന്നും താൽക്കാലികമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. ദൈവത്തിൻ്റെ പദ്ധതികൾ മുഴുവനും നിത്യമായ പദ്ധതികളാ, നിത്യതയുമായി ബന്ധപ്പെട്ടതാ, നിലനിൽക്കുന്ന പദ്ധതികളാ. താൽക്കാലിക ജയത്തിനു വേണ്ടി അവിടെ നിന്നൊന്നും ചെയ്യുന്നില്ല. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്?
ഞാൻ പറയുന്ന വചനം മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? അതിന് നിങ്ങൾ ആ ചിന്തയിലേക്ക് വരണം പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ മനസ്സൊന്ന് രൂപാന്തരപ്പെട്ടെങ്കിലേ, മനസ്സങ്ങ് അതിലേക്കൊന്ന് വന്നെങ്കിലേ നിങ്ങൾക്കത് മനസ്സിലാകുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് താൽക്കാലികമായ ഒരു ജയമല്ല ആവശ്യം, താൽക്കാലികമായ ഒരു അനുഗ്രഹമല്ലേ ആവശ്യം. നമുക്കൊരു നിത്യ അനുഗ്രഹം ഉണ്ടാകണം, ഒരു നിത്യ ജയമുണ്ടാകണം, ഒരു നിത്യ വിടുതലുണ്ടാകണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഓട്ടമെല്ലാം ഓടുന്നത്. പക്ഷെ മനുഷ്യന് ആ നിത്യത നിലനിർത്തി ചിന്തിക്കാൻ പറ്റുന്നില്ല. അതവൻ്റെ ഒരു വലിയ പരിമിതിയാണ്. അവിടെയാണ് സർവശക്തനായ ദൈവത്തിൻ്റെ ചിന്തകളും അവിടുത്തെ വഴികളും ഉന്നതമാകുന്നത്. എന്താ ദൈവത്തിൻ്റെ ഉന്നതമായ വഴികൾ? എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ഉന്നതമായി ചിന്തിക്കുന്നത്, ഉന്നതമായ വഴികൾ അവിടത്തേക്കുള്ളത്? ഒറ്റ ഉത്തരം എന്താ? അവിടുന്ന് സർവശക്തനായ ദൈവമായതുകൊണ്ടാണ്. ആമേൻ, ആമേൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഞാനും നിങ്ങളും വന്നിരിക്കുന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ അടുക്കലാണ്. സ്തോത്രം. എല്ലാം അറിയാവുന്ന ദൈവം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എല്ലാം അറിയാം. ആദിയെങ്കിൽ അവസാനം അറിയുന്നവന്റെ മുമ്പിലാണ് ഞാനും നിങ്ങളും ഇന്നിവിടെ വന്നിരിക്കുന്നത്. അവിടത്തേക്ക് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെ അറിയാം. പ്രൈസ് ദി ലോർഡ്. അവിടത്തേക്ക് ഈ വർത്തമാനകാലത്തെക്കുറിച്ച് നല്ലതുപോലെ അറിയാം. അവിടത്തേക്ക് നമ്മുടെ ഭാവി കാലത്തെക്കുറിച്ചറിയാം. നമ്മുടെ മാത്രമല്ല, മുഴുവൻ ലോകത്തിൻ്റെയും സർവരുടെയും സർവത്തിൻ്റെയും അല്ലെ, കഴിഞ്ഞതും ഇപ്പോഴുള്ളതും വരാനുള്ളതും അറിയാവുന്ന ആൽഫയും ഒമേഗയുമായ ആദിയും അന്ത്യനുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അടുക്കലാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ എത്ര പേരുണ്ട്? ദൈവം എല്ലാം അറിയുന്നവനാണ്. അതുകൊണ്ടാണ് അവിടുത്തെ ചിന്തകൾ ഉന്നതമായിരിക്കുന്നത്, അവിടുത്തെ ചിന്തകൾ ഉയർന്നതായിരിക്കുന്നത്. 147 സങ്കീർത്തനം 5 വാക്യം പറയുന്നു, നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനും ആകുന്നു, അവൻ്റെ വിവേകത്തിന് അന്തമില്ല, അവൻ്റെ ജ്ഞാനത്തിന് പരിമിതികൾ ഇല്ല. അവിടുത്തെ അറിവിന് ആരും പരിമിതി കൽപ്പിക്കാൻ പറ്റില്ല. സകല അറിവുകളുടെയും നിറകുടമായ സകല ജ്ഞാനവുമുള്ള സർവശക്തനായ ദൈവം ഇന്ന് പകൽ എൻ്റെ മുമ്പിൽ ദൂത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ ആവശ്യങ്ങൾ ആരും അറിയുന്നില്ലല്ലോ, നിന്റെ ജീവിതാനുഭവങ്ങൾ ആരും അറിയുന്നില്ല എന്നൊക്കെ അല്ലെ കേവലമായി പരിതപിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം പറയുകയാ, ഞാൻ സകലവും അറിയുന്ന ദൈവമാണ്, സകലത്തിൻ്റെയും അധികാരിയാ, എൻ്റെ വിവേകത്തിന് അന്തമില്ല, എന്നെ ആരെങ്കിലും ഇനി ഗ്രഹിപ്പിച്ചു തരണ്ട, ഇന്ന വിഷയമുണ്ടെന്ന് പറയണ്ട കേട്ടോ, അവിടത്തേക്ക് സകലവും അറിയാം. ശിഷ്യന്മാര് ചോദിച്ചല്ലേ, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ. ഞാനതിന് ശിഷ്യന്മാരെ കുറ്റം പറയുന്നില്ല, നമ്മൾ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. പറയാനുള്ള കാരണവും ഞാൻ പറഞ്ഞു. നമ്മൾ എന്താണ്, പരിമിതിയുള്ളവരാണ്, സൃഷ്ടികളാണ്. സമയം നമുക്കൊരു പ്രശ്നമാണ്, സ്ഥലം പ്രശ്നമാണ്, അനുഭവങ്ങൾ പ്രശ്നമാണ്. ഈ കാറ്റടിച്ച് പെരുവെള്ളം ഈ വള്ളത്തിനകത്തേക്ക് ഇവർ സഞ്ചരിച്ചിരിക്കുന്ന ആ പടകിനകത്തേക്ക് അടിച്ചു കയറിയാൽ അവർക്ക് അനുഭവമുണ്ട്, അവർക്കറിയാം, കേട്ടിട്ടുണ്ട്, ഇത് നിശ്ചയമായും തകരും. അവരെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറഞ്ഞത്, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? പക്ഷേ സമയത്തിനും അനുഭവങ്ങൾക്കും അല്ലെ അപ്പുറം കാലാതീതനായ സർവശക്തനായ സർവവും അറിയുന്ന അധികാരിയായവൻ അമരത്ത് അല്ലെ തലയണ വെച്ച് കിടന്നുറങ്ങുന്നത് മാത്രം അവർ തിരിച്ചറിഞ്ഞില്ല. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഇന്ന് പകൽ ഈ തൂത് കേൾക്കുന്നവരോട് വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പടകിൻ്റെ അമരത്ത് അവിടുന്നുണ്ട്. എല്ലാം അറിയാവുന്ന ആൾ, എല്ലാത്തിൻ്റെയും അധികാരിയായവൻ, അവിടുത്തെ സന്നിധിയിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. പടക് അവിടത്തേക്കറിയാം, വെള്ളമടിച്ചു കയറുന്നത് അവിടത്തേക്കറിയാം. കാറ്റിനെയും കടലിനെയും സകലത്തെയും സൃഷ്ടിച്ചവനാണ് നമ്മുടെ കൂടെ. ഇന്ന് നിങ്ങൾ ആ കാര്യം വിശ്വസിച്ചിരുന്നെങ്കിൽ ഈ ദൈവവും പാകെ പറയണം, കർത്താവേ, എനിക്ക് മനസ്സിലായി, എൻ്റെ പരിമിതമായ ചിന്ത എന്നോട് ക്ഷമിക്കണം. എൻ്റെ അനുഭവങ്ങളിൽ നിന്ന്, പാപത്താൽ തകർക്കപ്പെട്ട എൻ്റെ ചിന്തയിൽ നിന്ന് ഞാൻ ചിന്തിച്ചതും പറഞ്ഞതും വിചാരിച്ചതുമൊക്കെ അപക്വമായി പോയി, അതൊക്കെ തെറ്റായിപ്പോയെന്ന് ഇന്ന് പകൽ ഒന്ന് തുറന്ന് സമ്മതിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്?
അപ്പോൾ ദൈവം സർവശക്തനാണ്, എല്ലാം അറിയുന്ന ആളാണ്, എല്ലാത്തിൻ്റെയും അധികാരിയാണ്. അതുകൊണ്ട് അവിടുത്തെ ചിന്തകളും പെർഫെക്റ്റാണ്, അത് ഉയർന്നതാണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, മനുഷ്യൻ്റെ ഒരു ചിന്തയുടെ ഏറ്റവും വലിയ വികലത അവൻ്റെ പാപമാണ്. പാപം ചെയ്തതുകൂടി നമ്മുടെ ചിന്ത എന്തായി? വികലമായി. പക്ഷേ ഇന്ന് ഉയർന്ന ചിന്തയുള്ള ഉന്നതമായ ചിന്ത ഉണ്ടെന്ന് പറഞ്ഞ ദൈവത്തെ ഒന്ന് നോക്കൂ. അവിടുന്ന് പരിശുദ്ധനാണ്, അവിടുന്ന് പരിശുദ്ധനാണ്. അവിടുത്തെ ചിന്തകൾ പരിപൂർണമാണ്, ജ്ഞാനപൂർണമാണ്, നീതിനിഷ്ഠമാണ്, കളങ്കപ്പെടാത്തതാണ്. ഇന്ന് പകൽ നമുക്ക് കാണാൻ കഴിയാത്തിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം നീതിനിഷ്ഠമായി അവിടുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ ചിന്തകൾ ഉന്നതമാണ്, കാരണം അവിടുന്ന് പരിശുദ്ധനായ ദൈവമാണ്. ആവർത്തനം 32:4. കണ്ടോ? അവൻ പാറയാണ്, അവൻ്റെ പ്രവൃത്തികൾ അത്യുത്തമം, അവൻ്റെ വഴികളൊക്കെയും ന്യായം. അവൻ വിശ്വസ്തതയുള്ള ദൈവം, വ്യാജമില്ലാത്തവൻ, നീതിയും നേരുമുള്ളവൻ തന്നെ. ദൈവത്തിൻ്റെ വഴികൾ ഉന്നതമായത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? അതിനകത്തെ വിശുദ്ധിയാ, അതിനകത്തെ നീതിയാണ്. മനുഷ്യന്റെ വഴികൾ എന്താ? ഇത്ര ചെറിയ വഴി. മനുഷ്യനെല്ലാം ഷോർട്ട് കട്ട് ഉണ്ടാക്കുന്നവരല്ലേ, താൽക്കാലിക ജയത്തിന് വേണ്ടി താൽക്കാലിക ചിന്തകളും താൽക്കാലിക വഴികളും. അതൊന്നും ദൈവത്തിന് മുമ്പാകെ നല്ല വഴികളല്ല. അതെല്ലാം അല്ലേ, എത്ര എന്താണ് മനുഷ്യൻ നോക്കിയ മനുഷ്യനിന്ന് അവൻ്റെതായ ഷോർട്ട് കട്ടുകളിലൂടെ അങ്ങ് ശ്രമിക്കുക, ലോകത്തെ കീഴടക്കാൻ ശ്രമിക്കുക, എല്ലാം നന്നാക്കാൻ ശ്രമിക്കുക, മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. പക്ഷേ ആത്യന്തികമായി പരാജയപ്പെടുന്നതല്ലാതെ വല്ലതും ഉണ്ടോ? പക്ഷേ ദൈവത്തിൻ്റെ വഴികൾ മാത്രം ഉന്നതമായ വഴികൾ. ഈ ദൈവത്തെ സേവിക്കാൻ ലഭിച്ച അവസരം എത്ര ഭാഗ്യമുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, ദൈവത്തിൻ്റെ വഴികൾ ഉന്നതമായത് ഇരിക്കുന്നതിന് കാരണം ദൈവം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മളൊക്കെ താൽക്കാലികമായിട്ട് ഓരോ കാര്യങ്ങളും കണ്ടും കേട്ടും ചെയ്യുമ്പോൾ ദൈവമെല്ലാം നിത്യമായ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നവനാണ്. സ്തോത്രം. ദൈവത്തിന് എന്തോ ഉണ്ട്? നിത്യ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ദൈവം ചെയ്യുന്നത്. നോക്കിക്കേ, ക്രൂശ് നോക്കിക്കേ. ദൈവപുത്രനായ യേശു ക്രൂശിൽ മരിച്ചു. ഒരർത്ഥത്തിൽ ആളുകൾ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികൾ തകർന്നതായിട്ട് തോന്നും, അല്ലേ? ദൈവപുത്രൻ വന്ന് ക്രൂശിൽ മരിച്ചു, ഒരു തോൽവിയായിട്ട് ആളുകൾക്ക് തോന്നും, തോന്നില്ലേ? ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, ജ്ഞാനികൾ വിവേകികൾ അവർക്കൊക്കെ ഭോഷത്വമാ, മണ്ടത്തരമാ. ക്രൂശിലൂടെയുള്ള രക്ഷ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പക്ഷേ ദൈവം നിത്യമായൊരു പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് പുത്രനെ ക്രൂശിലേക്ക് അയച്ചത്. താൽക്കാലികമായ ഒരു പരാജയമായിട്ട് ആളുകൾക്ക് തോന്നും, പക്ഷേ അതൊരു ഭയങ്കര ജയമായിരുന്നുവെന്ന് അല്ലേ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. ആ സത്യം അംഗീകരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചവരാണ് ഞാനും നിങ്ങളും. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതോടുകൂടി കർത്താവിൻ്റെ മാർഗം അവസാനിക്കുമെന്ന് റോമൻ ഗവൺമെന്റ് കരുതി കാണും. യഹൂദന്മാരൊരു പക്ഷേ അങ്ങനെ വിചാരിച്ചു കാണും. എല്ലാത്തിലുപരി സാത്താൻ ചിന്തിച്ചു. പക്ഷേ ക്രൂശ് അവസാനമായിരുന്നില്ല, അവിടെ തുടക്കമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നിത്യതയുടെ വെളിച്ചത്തിലാണ് ദൈവമെല്ലാം ചെയ്യുന്നത്. താൽക്കാലികമായി ആളുകൾ നോക്കുമ്പോൾ പരാജയമാണെന്നൊക്കെ തോന്നും. മരണം പരാജയമാണ്, അല്ലേ? പ്രതിസന്ധി പരാജയമാണ്. അല്ല, ക്രൂശ് ഒരു ജയമാണ്.
പ്രൈസ് ദി ലോർഡ്. ക്രൂശിൽ വലിയ ജയമാണ് സംഭവിച്ചത്. ആത്മീകമായി സംഭവിച്ചത് ആരും കാണുന്നില്ല. ക്രൂശിൽ ദൈവപുത്രൻ മരിക്കുമ്പോൾ ആളുകൾ അവിടുന്ന് മരണപ്പെടുന്നത് കാണുമ്പോഴും തിരുവെഴുത്ത് പറയുന്നത് അവൻ സാത്താന്റെ പിശാചിന്റെ തല തകർക്കുകയായിരുന്നു. നമുക്ക് വിരോധമായി എഴുതപ്പെട്ട കയ്യെഴുത്തു പ്രതി മായ്ച്ചു കളയുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ക്രൂശിൽ കിടന്നുകൊണ്ട് അവസാനം പറഞ്ഞ വാക്ക് ഇതാ സകലവും നിവൃത്തിയായെന്ന് പറയുമ്പോ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും നിവൃത്തീകരിച്ചിരിക്കുന്നു. ഇനി ഒന്നും ചെയ്യാനില്ല. നിത്യതയിലേക്ക് മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോകുവാൻ, പാപത്തിന് പരിഹാരം വരുത്തുവാൻ ദൈവപുത്രൻ ആ ക്രൂശിൽ മരിക്കുകയായിരുന്നു. അവിടെ കൊണ്ട് തീർന്നില്ലല്ലോ, ഒരടക്കമുണ്ടായി. റോമൻ ഗവൺമെന്റ് യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു. അതിനുശേഷം ക്രൂശിൽ നിന്നിറക്കിയ യേശുവിനെ അരിമത്യക്കാരനായ യോസഫ് തൻ്റെ കല്ലറയിൽ അടക്കി. യഹൂദന്മാരുടെ പ്രത്യേക അപേക്ഷ പ്രകാരം യേശുക്രിസ്തുവിൻ്റെ കല്ലറയ്ക്ക് വലിയ കാവൽ ഏർപ്പെടുത്തി. റോമൻ ഗവൺമെന്റിന്റെ മുദ്ര പതിപ്പിച്ചു. പക്ഷേ മരണത്തെ, പാതാളത്തെ, പിശാചിന്റെ വെല്ലുവിളികളെ, റോമൻ ഗവൺമെന്റിന്റെ മുദ്രയെ, കാവൽക്കൂട്ടത്തെ, പ്രതിസന്ധികളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട്, മരണത്തെ ജയിച്ചുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റു. മനുഷ്യന്റെ ചിന്തകൾ തകരുന്നത് കണ്ടോ? ഒരു ഗവൺമെന്റിന്റെ ചിന്തകൾ പരാജയപ്പെട്ടത് കണ്ടോ? പ്രൈസ് ദി ലോർഡ്. സാത്താന്റെ ചിന്തകൾ പരാജയപ്പെട്ടത് കണ്ടോ? അവിടുത്തെ ചിന്തകൾ നിത്യ പദ്ധതിയുമായി ഉൾപ്പെട്ടതാ. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിൽ ഇന്ന് താൽക്കാലികമായ പ്രതിസന്ധികൾ, താൽക്കാലികമായ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങളൊക്കെ ഈ ലോകത്ത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇതൊന്നും നമ്മുടെ പരാജയമല്ല, ഇതൊന്നും നമ്മുടെ അവസാനമല്ല. ആമേൻ. ഈ കാണുന്നതൊക്കെ, ഈ അനുഭവിക്കുന്നതൊക്കെ ഇതെല്ലാം താൽക്കാലികമാ, അല്ലേ? പൗലോസ് പറയുകയാ, കാണുന്നതോ താൽക്കാലികം, കാണാത്തത് നിത്യം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞങ്ങൾ എണ്ണുന്നു. ഇതൊരു ഭക്തൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയാൻ കാരണം അവന്റെ മാനുഷികമായ പരിമിതിയുടെ ചിന്തയിൽ നിന്ന് പറഞ്ഞതല്ല, പാപത്താൽ മലിനമാക്കപ്പെട്ട അവന്റെ ചിന്തയിൽ നിന്ന് പറഞ്ഞതല്ല. പകരം ക്രിസ്തുവിലൂടെ പാപത്തിന് പരിഹാരം വരുത്തി കർത്താവിന്റെ മനസ്സോട് അവൻ ചേർന്ന് കഴിഞ്ഞപ്പോ ദൈവത്തിന്റെ നിത്യ പദ്ധതിയുമായി പൗലോസിന്റെ ഹൃദയം രൂപപ്പെട്ടപ്പോൾ അവിടുന്ന് കിട്ടിയ വെളിപ്പാടാ പൗലോസ് പറഞ്ഞത്, അല്ലേ? വരാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാണുന്ന കഷ്ടങ്ങൾ താൽക്കാലികമെന്ന് ഞങ്ങൾ എണ്ണുന്നു. ആമേൻ. പൗലോസ് പറഞ്ഞു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തതെന്തെന്നാൽ, അല്ലേ? ഞാൻ സുവിശേഷം ഒരു മനുഷ്യരിൽ നിന്നും പഠിച്ചിട്ടില്ല, ഒരു അപ്പോസ്തലന്മാരിൽ നിന്നും പ്രാപിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാ പ്രാപിച്ചെന്ന് ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്? വെളിപ്പാടിനാലത്രേ. സ്തോത്രം. വചനം കേൾക്കുന്നവരെ, നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കേണ്ടത് ദൈവത്തിൻ്റെ വെളിപ്പാടുകളായിരിക്കണം. ദൈവത്തിൻ്റെ ചിന്തകളാകട്ടെ. തിരുവെഴുത്തും മനസ്സ് നിറയ്ക്കുക, തിരുവെഴുത്ത് കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുക, തിരുവെഴുത്ത് കൊണ്ട് നിങ്ങളുടെ മനസ്സും ഹൃദയവും നിറയട്ടെ. അപ്പോൾ നിങ്ങളുടെ ചിന്തകൾ മാറുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങളുടെ വിചാരങ്ങൾ മാറുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. ഇന്ന് വരെ നിങ്ങളുടെ സമയത്തിൻ്റെയും നിങ്ങളുടെ അനുഭവങ്ങളുടെയും, അല്ലേ, കാര്യത്തിലും ബലത്തിലും നിങ്ങൾ പല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഇന്ന് ക്ഷീണിച്ച് തകർന്ന് ഈ ആലയത്തിനകത്ത് വന്നിരിക്കുന്നെങ്കിൽ ഞാൻ ആത്മാവിൽ നിങ്ങളോട് ദൂത് പറയുന്നു, ഇന്ന് മടങ്ങി വരാനുള്ള സമയമാണ്. മടങ്ങി വരാനുള്ള സമയമാ. നിങ്ങൾ ആ ചിന്ത കൊണ്ടുപോയാൽ, നിങ്ങളുടെ മാനുഷികമായ പരിമിതിയുടെ ചിന്തകൾ കൊണ്ട് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ തകരാൻ തുടങ്ങും. നിങ്ങൾ താൽക്കാലികമായി കാണുന്നത് വെച്ച് കാര്യങ്ങളെ വിലയിരുത്താൻ തുടങ്ങും. ഇപ്പം ഉണ്ടാകുന്ന ഈ പ്രശ്നമൊക്കെ ജീവിതത്തിന്റെ അവസാനമാണെന്ന് ചിന്തിക്കും, അല്ലേ?
മുമ്പിൽ നിൽക്കുന്ന ഈ മല ഒരിക്കലും നീങ്ങിപ്പോകത്തില്ല. ഇതെന്റെ അവസാനമാ. ഇസ്രായേൽ ചിന്തിച്ചില്ലേ? മിസ്രൈമിൽ നിന്ന് ഇറങ്ങി വന്ന് നേരെ വന്ന് ചെങ്കടലിന്റെ മുമ്പിലാ വന്ന് നിന്നത് അല്ലേ? മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. ജനം നിലവിളിച്ചു, മോശയും നിലവിളിച്ചു, ദൈവമേ നീ പറഞ്ഞിട്ടാ ഞങ്ങൾ എന്ത് ചെയ്തത് വന്നത്. പക്ഷേ ഞങ്ങൾ എവിടെ വന്ന് നിൽക്കുന്നു? ചെങ്കടലിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുകയില്ല. പുറകിലിതാ ഫറവോൻ വരുന്നു. എന്ത് ചെയ്യും? മാനുഷികമായ ചിന്തകളും പരിമിതികളും കൊണ്ട് അവർ നിറഞ്ഞ് തകർക്കപ്പെട്ട് നിലവിളിക്കുമ്പോൾ മോശ ദൈവത്തോട് നിലവിളിച്ചു. അവിടെ നിന്ന് ദൈവത്തിൻ്റെ ചിന്ത വന്നു, മോശേ നീ എന്തിനാ എന്നോട് നിലവിളിക്കുന്നത്? നിന്റെ കയ്യിൽ ഉള്ള വടി നീട്ടി സമുദ്രത്തോട് കൽപ്പിക്കുക. വചനം എത്ര പേർ ഗ്രഹിക്കുന്നുണ്ട്? ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഭാരപ്പെടുന്ന ജീവിതത്തിൽ നിരാശയിലൂടെ തകർച്ചയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ചിന്തകൾക്കപ്പുറമായി ദൈവത്തിൻ്റെ ചിന്തകളിലേക്ക് നിങ്ങളൊന്ന് ചെന്നാൽ, ദൈവത്തിന് മുമ്പിലേക്ക് ചെന്നാൽ സൊല്യൂഷൻ, പരിഹാരം അവിടുന്ന് പറയും. ഇന്ന് അനുഭവിക്കുന്ന സകലത്തിനും പരിഹാരം ദൈവത്തിൻ്റെ പക്കലുണ്ട്. കാരണം ആദിയെങ്കിൽ അവസാനത്തെ കാണുന്നവൻ നമ്മുടെ കൂടെയുണ്ട്. സർവശക്തൻ നമ്മുടെ കൂടെയുണ്ട്. മോശ നിലവിളിച്ചപ്പോൾ ദൈവം പറയുക, നിന്റെ കയ്യിലെ വടിയെടുത്ത് സമുദ്രത്തിന് മുമ്പിലേക്ക് നീട്ടി അതിനെ വിഭാഗിക്കുക. സ്തോത്രം. മോശ അങ്ങനെ ചെയ്തു. ഉണങ്ങിയ നിലം കണ്ടു. അപ്പം അതുകൊണ്ട് ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായി ചിന്തിച്ചത്. ഒന്ന്, നമ്മുടെ ചിന്തകളുടെയും നമ്മുടെ വഴികളുടെയും പരിമിതി. രണ്ടാമത് നമ്മൾ ചിന്തിച്ചത് ദൈവത്തിൻ്റെ വഴികളുടെയും ദൈവത്തിൻ്റെ ചിന്തകളുടെയും വലുപ്പം. ഇന്ന് വചനത്തിന് മുമ്പാകെ വന്നിരിക്കുന്ന ദൈവമക്കളോട് പറയാം, അടിസ്ഥാനപരമായി ദൈവത്തിൻ്റെ ചിന്തകളിലേക്ക് നമ്മൾ പ്രവേശിക്കണം. ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്ന അതാ. ദൈവം ഒരു ദൈവ പൈതലിനെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം അതാ. നിങ്ങൾ നിങ്ങളുടെ ചിന്തകളിൽ ജീവിക്കരുത്, ജഡത്തിൽ ജീവിക്കരുത്, അല്ലെ? ജഡപ്രകാരം വിധിക്കരുത്, കാഴ്ചപ്രകാരം വിധിക്കരുത്. പ്രൈസ് ദി ലോർഡ്. കാഴ്ചപ്രകാരം വിധിക്കരുത്. വലിയ പ്രവാചകനാ ശമൂവേലിനെ ഇശായിയുടെ ഭവനത്തിലേക്ക് പറഞ്ഞു വിട്ടു. എന്തിനാ? ഇശായിയുടെ മക്കളിൽ ഒരുവനെ രാജാവായി അഭിഷേകം ചെയ്യണം. പക്ഷെ ആരാണെന്ന് പറഞ്ഞില്ല. അവിടെ ചെല്ലുമ്പോൾ പറയാന്നുള്ള കണ്ടീഷനാ. ഇശായിയുടെ മക്കളിൽ ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുന്നു. ശമൂവേല് തൈലക്കൊമ്പിൽ തൈലവും നിറച്ച് ഇശായിയുടെ വീട്ടിൽ ചെന്നു. അവിടെ നിന്നപ്പോൾ ചേട്ടന്മാരൊക്കെ വന്നു നിന്നു. മൂത്തവനെ കണ്ടപ്പോഴേ ശമൂവേൽ ചാടി എഴുന്നേറ്റു അഭിഷേകം ചെയ്യാൻ. ദൈവം പറഞ്ഞു, വേണ്ട, അവനെ ഞാൻ തള്ളിയിരിക്കുന്നു. അല്ലേ? മൂത്ത മക്കളെ ആരെയും ദൈവം അഭിഷേകം ചെയ്യാൻ പറഞ്ഞില്ല. എന്നിട്ട് ദൈവം പ്രത്യേകിച്ച് പറഞ്ഞു, നീ എന്തിനാ ഈ മുഖം നോക്കുന്നത്? നീ എന്തിനാ ഈ പൊക്കം നോക്കുന്നത്? മുഖവും പൊക്കവും നോക്കണ്ട, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യൻ മുഖം നോക്കും, പൊക്കം നോക്കും, കാശുണ്ടോയെന്ന് നോക്കും, സൗകര്യം നോക്കും, അതും ഇതുമെല്ലാം നോക്കിയിട്ടാ തീരുമാനിക്കുന്നത്. പക്ഷേ സർവശക്തൻ മുഖവും പൊക്കവും നോക്കിയല്ല, ഹൃദയം നോക്കിയാ പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് പുറമേ ഉള്ള ഒരു പരിപാടിയിലും അത്ര താല്പര്യമില്ല. കാരണം ഈ പുറമേ കാണിക്കുക, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളതാ സംസാരിച്ചല്ലേ, പുറമേ നമുക്ക് ആൾക്കാരുടെ മുമ്പിൽ എന്തും കാണിക്കാം, എങ്ങനെയും ചെയ്യാം. പക്ഷേ അതൊന്നും ദൈവത്തിന് മുമ്പിൽ വിഷയമല്ല. ഹൃദയങ്ങളെ നോക്കുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം നോക്കുന്നത് നിന്റെ ഹൃദയത്തെയാണ്. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടായിട്ട് പറയട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണമെങ്കിൽ, ദൈവം നിങ്ങളെ തിരഞ്ഞെടുക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ വഴികൾ നിങ്ങൾക്ക് വെളിപ്പെടണമെങ്കിൽ ദൈവം നിന്റെ ഹൃദയത്തെ തിരയുന്നു. സ്തോത്രം. ശമൂവേലങ്ങ് ഒതുങ്ങി അവിടെ ഇരുന്നു. ചോദിച്ചു, ഇനി നിനക്ക് മക്കൾ വല്ലതും ഉണ്ടോ? അപ്പൻ അതിനേക്കാൾ മുഖവും പൊക്കവും നോക്കുന്നവനാ.
അപ്പം പറഞ്ഞു ഒരുത്തനുണ്ട്, ഓ അവൻ എന്ത് ചെയ്യുക, ആടിനെ മേക്കാൻ കാട്ടിൽ പോയിരിക്കുക. ശമൂവേൽ പറഞ്ഞു അവൻ വരണം, അവൻ വന്നെങ്കിലേ ഇവിടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. വരുത്തി സ്തോത്രം. അവൻ വരുന്നത് കണ്ടപ്പോൾ തൈലക്കൊമ്പിൽ തൈലം തിളയ്ക്കാൻ തുടങ്ങി. ജീസസ്. യഹോവ പറഞ്ഞു അവനാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നവൻ, അവനെ അഭിഷേകം ചെയ്യുക. ഇന്ന് പകൽ ദൈവത്തിൻ്റെ വഴികൾ ഉന്നതമാ, ദൈവത്തിൻ്റെ വഴികൾ ശ്രേഷ്ഠമാ. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തോട് പരിശുദ്ധാത്മാവ് ഇന്ന് ഇടപെടുക. നിങ്ങളുടെ ധാരണകളെല്ലാം പൊളിയും കേട്ടോ, നിങ്ങളുടെ ചിന്തകളെല്ലാം മാറിപ്പോകും. നിങ്ങൾ ദൈവത്തിൻ്റെ മനസ്സിലേക്ക് നിങ്ങളുടെ മനസ്സൊന്ന് സംയോജിപ്പിച്ചാൽ, ദൈവത്തിൻ്റെ ഹൃദയം നിങ്ങൾക്കൊന്ന് പിടികിട്ടിയാൽ, ദൈവത്തിൻ്റെ പ്ലാനുകൾ, ദൈവത്തിൻ്റെ പദ്ധതികൾ, ദൈവത്തിൻ്റെ ഉന്നതമായ കൃപകളെക്കുറിച്ച്, ദൈവത്തിൻ്റെ ഉന്നതമായ വഴികളെക്കുറിച്ചുള്ള വെളിപ്പാട് നിങ്ങളുടെ അകത്തളത്തിൽ ഒന്ന് വെളിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മുഴുവനും മാറും. ആളുകളെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് മാറും, ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വീക്ഷണം മാറും, നിങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത പരിപാടികളും മാറും കേട്ടോ. കാരണം ദൈവത്തിന്റെ വഴികൾ അത്ര ഉന്നതമായ വഴികളാ. അത്ര ഉന്നതമായ വഴികളുള്ള ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവം എത്ര വലിയവനാ. ദിവസങ്ങളിൽ എല്ലാവർക്കും ഈ ദൈവത്തിൻ്റെ പദ്ധതി ഒന്ന് പിടികിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുക. സ്തോത്രം. പക്ഷെ പുസ്തകം പറയുന്നത് നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്ന, ആ മനസ്സ് നമുക്ക് പ്രാപിക്കാൻ അല്ലെങ്കിൽ അനുഭവിക്കാൻ കഴിയുമെന്നാണ്. അത് നമുക്ക് മനസ്സിലാകും. അത് മനസ്സിലാകണമെങ്കിൽ ഇന്ന് നമ്മുടെ വഴിയെല്ലാം ഒന്ന് മാറ്റിവെച്ചേച്ച്, നമ്മുടെ പ്ലാനെല്ലാം ഒന്ന് മാറ്റിവെച്ചേച്ച്, ദൈവമേ അങ്ങയുടെ മനസ്സ് എന്നെ ഒന്ന് ഗ്രഹിപ്പിക്കണമേ, അങ്ങയുടെ പദ്ധതി എന്നെ ഒന്ന് ഗ്രഹിപ്പിക്കണമേ. നമുക്കിന്ന് പകൽ പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് ഒത്തിരി പദ്ധതികളുണ്ട്, എൻ്റെ ഭാവിയെക്കുറിച്ച് എനിക്ക് ഒത്തിരി പദ്ധതിയുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം ഞാനൊന്ന് മാറ്റിവെച്ചേച്ച് നിൻ്റെ ഉന്നതവും ശ്രേഷ്ഠവുമായ വഴികളിലേക്കും ചിന്തകളിലേക്കും ഞാനൊന്ന് വരിക. ഇന്ന് പകൽക്കാലം എന്നെ ഒന്ന് ഗ്രഹിപ്പിക്കണമേ, എന്നെ ഒന്ന് ഗ്രഹിപ്പിക്കണമേ എന്ന് പറഞ്ഞ് ഇന്ന് പകൽ എത്ര പേര് ദൈവസന്നിധിയിൽ അടുത്തു ചെല്ലും, എത്ര പേര് അടുത്തു ചെല്ലും. കർത്താവേ, ഞാനിതാ അടുത്തു വരികയാണ്. അങ്ങനെ അടുത്ത് ചെല്ലണമെങ്കിൽ, ആ വഴി എനിക്കും നിങ്ങൾക്കും മനസ്സിലാകണമെങ്കിൽ, റോമാലേഖനം 12:2 പറഞ്ഞതുപോലെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ആ ദൈവത്തിൻ്റെ ഹിതവും മനസ്സിലാകാൻ, ആ ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ, ആ ദൈവത്തിൻ്റെ ചിന്തകളെക്കുറിച്ച് നിങ്ങൾക്കുള്ള വെളിപ്പാട് ലഭിക്കണമെങ്കിൽ മനസ്സിന് ഈ ദിവസങ്ങളിൽ ഒരു പുതുക്കമുണ്ടാകണം. നിങ്ങളുടെ ചിന്താമണ്ഡലത്തിനൊരു വ്യത്യാസമുണ്ടാകണം. നിങ്ങളുടെ നിരൂപണങ്ങൾക്കൊരു വ്യത്യാസമുണ്ടാകണം. ഇന്ന് പകൽ ഹൃദയം വചനം കൊണ്ട് നിറയട്ടെ. നമ്മുടെ ചിന്തകളെ തിരുവെടുത്ത് സ്വാധീനിക്കട്ടെ. നമ്മുടെ വിചാരങ്ങളെ വചനത്തിൻ്റെ സ്വാധീനത്തിൽ വരട്ടെ. നിങ്ങൾ ചിന്തിക്കുമ്പോൾ മാനുഷിക യുക്തി അനുസരിച്ചും മാനുഷിക ചിന്തയനുസരിച്ചുമല്ല കേട്ടോ, അതിനപ്പുറം തിരുവെടുത്ത് എന്ത് പറയുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാകട്ടെ നമ്മുടെ ചിന്തകൾ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടൽ അനുസരിച്ചാകട്ടെ നമ്മുടെ പദ്ധതികൾ. ഇന്ന് പകൽ അങ്ങനെയൊന്നും മാറിയാൽ നമ്മുടെ ജീവിതത്തിന് വലിയ വ്യത്യാസം വരും. ഇന്ന് അനുഭവിക്കുന്ന ഭാരങ്ങൾ നിന്നെ വിട്ട് മാറാനിടയായിത്തീരും. ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം വരാനിടയായിത്തീരും. കർത്താവ് പ്രവാചകനോട് വിളിച്ചു പറയുക, നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികൾ, നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ. ആകാശം ഭൂമിയുടെ മേൽ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വിചാരങ്ങളും എൻ്റെ വഴികളും എൻ്റെ പദ്ധതികളും എൻ്റെ പ്ലാനുകളും ഉന്നതവും ഉയർന്നതുമാണ്. ഈ ദിവസങ്ങളിൽ ആ പ്ലാനുകളും പദ്ധതികളും ഞാൻ ചിലർക്ക് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ആ വഴികളും പ്ലാനുകളും ഞാൻ ചിലർക്ക് പറഞ്ഞു കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് ദൈവം നമ്മോട് പറയുക. എത്ര പേർക്ക് അത് അറിയണം? ദൈവത്തിന്റെ വഴികളെ കുറിച്ചുള്ള ധാരണ എത്ര പേർക്ക് വേണം? ദൈവത്തിന്റെ പദ്ധതികളെ കുറിച്ചുള്ള ആ വെളിപ്പാട് എത്ര പേർക്ക് വേണം? യോശുവെ പോലെ കാലേബിനെ പോലെ നാം ഈ ദിവസങ്ങളൊന്ന് മനസ്സ് പുതുക്കിയാട്ടെ. ജീസസ്. എല്ലാവരെ പോലെ ചിന്തിക്കാതെ, എല്ലാവരെ പോലെ ജീവിക്കാതെ കർത്താവിൻ്റെ അടുത്തോട്ടൊന്ന് ചെന്നേ. ദൈവം ഈ ദിവസങ്ങളിൽ ഇടപെടും കേട്ടോ. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചാട്ട്. ശിഖാരവ ശംദലവ ഹസ്തജാതിയാതന അടരകത്തുരിഗമന രിഗന്ധരജഗന. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ശിഷ്യന്മാർ വിളിച്ചു പറയുക. അയ്യോ ശിഷ്യന്മാരെ, നിങ്ങൾ എന്തിനാ ഈ പറയുന്നത്? എന്തറിഞ്ഞിട്ടാ നിങ്ങൾ ഈ പറയുന്നത്? കാറ്റിനെയും കടലിനെയും സ്വത്ത് സൃഷ്ടിച്ചവൻ, കരയെ സൃഷ്ടിച്ചവൻ, സകലത്തിൻ്റെയും സൃഷ്ടിതാവ് ആ പടകിൽ
ഉണ്ടായിട്ടും ഇത്ര വികലമായ ചിന്താഗതി, ഇത്ര അവിശ്വസ്തമായ ചിന്താഗതി, ഇത്ര അസ്വസ്ഥമായ ചിന്താഗതി കൊണ്ടാണോ നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങളുടെ പരിമിതി ഒന്ന് മാറ്റിവെച്ച് അവൻ കൂടെയുള്ളത് ആരാ? ഇന്ന് വചനം കേൾക്കുന്നവരോട് പറയട്ടെ, നിന്റെ കൂടെയുള്ളത് ആരാ? നിന്റെ അടുത്തുള്ളത് ആരാ? നിന്റെ അകത്തിരിക്കുന്നത് ആരാ? നിന്നോട് ചേർന്നിരിക്കുന്നത് ആരാ? സർവശക്തനാ, സർവശക്തനാ, ആദിയെങ്കിൽ അവസാനത്തെ അറിയുന്ന ദൈവ, നിന്റെ ഭാവിയെ കുറിച്ച് അറിയാവുന്ന ദൈവ, അവൻ നിന്റെ പരിമിതികൾ അറിയാവുന്ന ദൈവം, നിനക്ക് വേണ്ടി വൻകാര്യങ്ങൾ സംഗ്രഹിച്ചു വെച്ചിരിക്കുന്ന ദൈവ. ഇസ്രായേലിനോട് പറയുക, യഹൂദന്മാരോട് പറയുക, നിങ്ങൾ മടങ്ങി വരുമ്പോ അവൻ ഈ പ്രപഞ്ചം പോലും സന്തോഷിക്കുന്ന നിലയിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചില പദ്ധതികൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ചിലത് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട്. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും ഈ ലോകത്തിൽ കഷ്ടവും പ്രയാസങ്ങളും ദുരിതവും അനുഭവിക്കുന്ന നമ്മളോട് ദൈവം പറയുക, ഈ കാണുന്നതല്ല, ഈ കാണുന്നതൊക്കെ താൽക്കാലികമാ, ഇവിടെ ഉള്ളതെല്ലാം താൽക്കാലികമാ. കാണാത്ത നിത്യമായ ഒരു സൗഭാഗ്യം, നിത്യതയുടെ ഒരു ദർശനം, ഒരു നിത്യജീവന്റെ അനുഭവം, നിത്യതയുടെ അനുഭവം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. സ്തോത്രം. അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരും, രക്ഷിതാവായിട്ട് അവിടുന്ന് വരും. അവൻ വന്ന് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. എത്ര വലിയ ദർശനം, എത്ര വലിയ കരുതൽ, എത്ര വലിയ നിത്യതയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ ദൈവം ഒരുക്കി വെച്ചിരിക്കുകയാണ്. അവൻ്റെ ചിന്തയിലേക്ക് പ്രവേശിക്കുവാൻ, അവിടുത്തെ വിചാരങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ എത്ര പേര് വരും? കർത്താവിൻ്റെ ഹൃദയം നിങ്ങൾക്കുണ്ടാകുമ്പോൾ അവൻ അവിടുത്തെ മനസ്സ് നിങ്ങൾക്ക് പൊഴിച്ചു തരും. യെസ്, ആത്മാക്കളുടെ ഭാരമില്ലാതെ ജീവിക്കുന്ന ഒരു സഭയാണ്. പക്ഷേ ദൈവത്തിൻ്റെ ഹിതം എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് ആ ഭാരം തൻ്റെ അടുക്കിലേക്ക് വരുന്ന ചിലരുടെ അകത്ത് ദൈവം ഇറക്കി വെക്കും. അവർ ആത്മഭാരത്തോടെ കരയും, അവർ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കും. ലോകത്തിൻ്റെ ഏതറ്റം വരെയും അവർ പോകും. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിൻ്റെ ചിന്തയും ദൈവത്തിൻ്റെ ഭാരവും ചിലരുടെ അകത്ത് ഇറക്കി വെച്ചതിൻ്റെ ഫലമാണ് അനേകര് നമ്മുടെ രാജ്യത്തും വന്നത്, അനേക സ്ഥലങ്ങളിൽ പോയത്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് തൂത്തു പറയുക, ദൈവത്തിന് തൻ്റെ ഹൃദയവും വിചാരങ്ങളും തൻ്റെ പ്ലാനുകളും തൻ്റെ പദ്ധതികളും നിങ്ങളിലേക്ക് ഇറക്കി വെക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അവൻ്റെ വിചാരങ്ങളിലേക്കും പ്ലാനിലേക്കും പ്രവേശിക്കുവാൻ ഇന്ന് പകൽ സ്വന്തം വിചാരങ്ങളും വഴികളും ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ വഴിയിലേക്ക് വന്നാൽ, ഇന്ന് നീ താൽക്കാലികമായി ഭാരപ്പെടുന്ന, താൽക്കാലികമായി നിരാശപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധിയാകട്ടെ, ഇതിനെല്ലാം പരിഹാരം എൻ്റെ ദൈവം കരുതും കേട്ടോ. അവൻ മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പേ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് അവൻ നൽകിത്തരാമെന്ന് അരുളി ചെയ്ത കർത്താവ് നിന്റെ എല്ലാ വിഷയങ്ങളിലും പ്രവർത്തിക്കാൻ വിശ്വസ്തന. ഒറ്റ കാര്യം, അവൻ്റെ ചിന്തകളിലേക്ക് നീ ഒന്ന് പ്രവേശിക്കണം, അവിടുത്തെ വഴികളിലേക്ക്, അവൻ്റെ ആലോചന സഭയിൽ നീ ഒന്ന് നിൽക്കണം, അവൻ്റെ ഹിതം നീ ഒന്ന് അറിയണം. നമ്മെ തന്നെ വചനത്തിന് മുമ്പാകെ സമർപ്പിക്കാം.